പുരുഷന്മാരെ പറ്റിക്കണ്ടോ എന്നുള്ളത് മിക്ക പുരുഷന്മാർക്കും അറിയാൻ കഴിയാറില്ല. ഒരുപാട് വൈകിയായിരിക്കും മിക്ക പുരുഷന്മാരും അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ മിക്ക പുരുഷന്മാരും ഡൗൺ ആവും. ചിലപ്പോൾ സൂസൈഡിലേക്ക് പോവും, ഡിപ്രഷനിലേക്ക് പോവും, അങ്ങനെ പല സ്റ്റേജിലേക്കും പോവും. അങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ ആ സ്ത്രീ നിന്നെ പറ്റിക്കണ്ടോന്നും കൂടി മിക്ക പുരുഷന്മാർക്കും അറിയില്ല. പക്ഷെ അവർ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി. അതായത് അവർ പറയുന്ന ഡയലോഗ്, ഒരു സിറ്റുവേഷൻ വന്നാൽ അവരെങ്ങനെ അതിൽ പ്രതികരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവൾ പറ്റിക്കുന്നുണ്ടോ പറ്റിക്കുന്നില്ലേ എന്നുള്ളത്. അതിൽ ആദ്യത്തെ കാര്യമാണ് ലവ് ബോംബിങ്. ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ബന്ധത്തിന്റെ ആദ്യത്തെ ഒരു ടൈമാണ്. ആ സമയത്ത് അവർ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ പ്രശംസിക്കുകയും ചെയ്യും. ഈ ലോകത്തിൽ നിങ്ങളാണ് ഏറ്റവും നല്ലൊരു വ്യക്തി എന്നൊക്കെ പറയും. ഇങ്ങനെ ലവ് ബോംബിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു സ്ത്രീയോട് നന്നായിട്ട് ഇടപഴകും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ വാനോളം പുകഴ്ത്തും, എന്തെങ്കിലുമൊക്കെ സമ്മാനം തരികയും ചെയ്യും. ആ സിറ്റുവേഷനിൽ ഒരു ഡയലോഗ് ഉണ്ടാവും, നിന്നെ പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കണ്ടിട്ടില്ല, നീയാണ് ഏറ്റവും നല്ലവൻ എന്ന രീതിയിലൊക്കെ അവർ നന്നായിട്ട് പറയും. അവർ സംസാരിക്കുമ്പോൾ ഡിയർ, ഡാർലിംഗ് എന്നൊക്കെ ചില വാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടാവും. അവർ സ്നേഹത്തോടെ മാത്രമേ വിളിക്കുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഒരു ട്രാപ്പാണ്. ഇതിലൂടെ ട്രാപ്പ് വരുന്നത് എങ്ങനെയാച്ചാ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പുകഴ്ത്തി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലുതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും. പിന്നെ അവർ താഴ്ത്തി കെട്ടുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡൗൺ ആവും. കാരണം അങ്ങനെ പുകഴ്ത്തി പറയുന്നത് നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കില്ല. നിങ്ങൾ എന്താ വിചാരിക്കുക, അവർക്ക് നിങ്ങളോട് സ്നേഹമാണെന്നേ വിചാരിക്കുള്ളൂ. നെക്സ്റ്റ് പോയിന്റാണ് പ്ലേയിങ് എ വിക്ടിം. അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു വിചാരിച്ചോ, നിങ്ങൾ എന്തെങ്കിലും മറുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചോ, അതിനൊക്കെ കാരണക്കാരൻ നീയാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നീ കാരണമാണ് ഇങ്ങനെ നടന്നത്, നീ ഇല്ലെങ്കിൽ എനിക്കിതൊരു പ്രശ്നം ആയിണ്ടാവില്ല, നീ ഉണ്ടായിട്ടിപ്പോൾ എനിക്കെന്താ ഉപകാരം, ഒരു ഉപകാരവും ഇല്ല, ഇങ്ങനെയൊക്കെ അവർ ഇടയിൽ നിങ്ങളെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ നിങ്ങളെ ചതിക്കുന്നുള്ളത്. അവർക്ക് നിങ്ങളോട് ആദ്യം മുതലേ സ്നേഹവും ഇല്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇത് സ്ത്രീകൾ കൂടുതലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കൂടുതലും അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വില കൂടിയ വസ്തു വാങ്ങിയിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവൾ ആക്ച്വലി ഇങ്ങനെ പറയാൻ തുടങ്ങുള്ളൂ. കാരണം അവൾക്ക് വേണ്ട സാധനം കിട്ടി, പിന്നെ നിങ്ങളെ പതിയെ ഒഴിവാക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കൽ മാത്രമല്ല ഇതിലുള്ളത്, അതുപോലത്തെ വില കൂടിയ സാധനങ്ങൾ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി അങ്ങനെ പറയുന്നത്. ഇങ്ങനെയൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു വില കൂടിയ സാധനങ്ങൾ എന്തെങ്കിലും അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് അവൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല. അതുപോലത്തെ വില കൂടിയ സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ ആണ് അവൾ കൂടുതലും ഇങ്ങനെ പറയുണ്ടാവുക. കാരണം നിനക്ക് എന്നെ മനസ്സിലാവണില്ല, ആർക്കും എന്നെ മനസ്സിലാവണില്ല, എല്ലാവരും എനിക്ക് എതിരാണ്, ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടാവും. ഇവരും നിങ്ങളെ ഭാവിയിൽ ചതിക്കും. ഇവരും ചതിക്കാൻ പോകുന്ന സ്ത്രീകളാണ്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. നെക്സ്റ്റ് പോയിന്റ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്താ വെച്ചാൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കടപ്പാട്, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ദുരുപയോഗം ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ രണ്ടെണ്ണം വെള്ളം അടിച്ചിട്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ കൂടെ ട്രിപ്പ് പോകാനോ അവരുടെ കൂടെ ബൈക്കിൽ കറങ്ങാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. ആ സമയം നോക്കിയിട്ട് ഇവർ വന്നിട്ട് പറയും, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇപ്പം അവരുടെ അടുത്ത് പോവരുത്, അവരെല്ലാം ചെറ്റകളാണ്, അവരാണ് നിന്നെ കേടുവരുത്തുന്നത്, അല്ലാണ്ട് നീ മോശമായതും കൊണ്ടല്ല, നിന്നെ ഞാൻ തിരുത്താൻ ശ്രമിക്കുകയാണ്, പക്ഷെ നീ വെറും വൃത്തികെട്ടവനായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഇവർ ഭാവിയിൽ നിങ്ങളെ ചതിക്കും, അവർ നിങ്ങളെ വെറുതെ യൂസ് ചെയ്യുകയാണ്, നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നെക്സ്റ്റ് പോയിന്റ് ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കാണ്. ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്ക് എന്താ പറഞ്ഞാൽ, യാഥാർത്ഥ്യത്തെ അവർ നന്നായിട്ട് ചോദ്യം ചെയ്യും, നിങ്ങളെ ഒരു സംശയാലുവാക്കും. അതായത് അവർ മുന്നേ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം അവർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിനക്ക് തോന്നിയതായിരിക്കും, ഞാൻ അങ്ങനെയല്ല പറഞ്ഞ് എന്ന് അവർ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വളച്ചൊടിച്ച്, നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ച ഓർമ്മയുണ്ടാവും, അതിൽ വളച്ചൊടിച്ചിട്ട് അവർ ഞാൻ ഇങ്ങനെയാ പറഞ്ഞ് അങ്ങനെ വളച്ചൊടിച്ച് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, നിന്നെ ഒഴിവാക്കാൻ നോക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല, നീയാണ് കുറ്റക്കാരൻ എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരി, അവൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക് എന്നുള്ളത്. നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ അപ്പം മനസ്സിലാക്കണം.
അങ്ങനെ ഒരു സംശയം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അവൾ നിന്നെ ചതിക്കുകയാ എന്നത്. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റിംഗ് ജലസി. ആക്ച്വലി ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ചതിക്കലല്ല. ഇപ്പോൾ നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന കെയർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു, എൻ്റെ പഴയ ഫ്രണ്ട് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവനായിട്ട് സംസാരത്തിലായിരുന്നു, അവൻ എന്നെ ചെറുതായിട്ട് പ്രപ്പോസലൊക്കെ ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ അതൊരു അസൂയ ജനിപ്പിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഒരു എക്സ്ട്രാ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഉറക്കം എല്ലാം നഷ്ടമാവുകയുള്ളൂ. അതിന് മുതലരുത്. ആരെങ്കിലും വിളിച്ചാൽ ഓക്കെ അവനായിട്ട് സമയം സ്പെൻഡ് ചെയ്തോളൂ പറഞ്ഞിട്ട് അവരെ അകറ്റി നിർത്താം. അവള് കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഇല്ലെങ്കിൽ അവൾ നിങ്ങളെ ഒഴിവാക്കും. നെക്സ്റ്റ് പോയിന്റ്, വൈറ്റ് ലൈറ്റ് ടാക്ടിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഫോൺ വിളിച്ചാൽ അവൾ എടുക്കണ്ടാവില്ല, അവൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യും എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവൾ വേറെ എന്തെങ്കിലും കള്ളം പറയുണ്ടാവും. അത് വേണമെച്ചാൽ സത്യമായിരിക്കാം, പക്ഷെ അത് കള്ളമാണോ എന്ന് അറിയണമെങ്കിൽ അവൾ ഇന്ന് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പോയി, ഇവിടുന്ന് ചായ കുടിച്ചു, ഇന്ന ബസ് കയറി, ഇതിലൂടെ നടന്നു, ഇങ്ങനെ കണ്ടു, ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ അത് നുണയാണ് എന്നർത്ഥം. കാരണം സത്യം പറയുമ്പോൾ ആൾക്കാർ ചുരുക്കിയേ പറയുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു തീർക്കും. പക്ഷെ നുണ പറയുമ്പോൾ അവർ നീട്ടി വലിച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കൂടുതൽ നുണ പറയുന്നവർ കൂടുതൽ സംസാരിക്കും, കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അതുപോലെ അങ്ങനെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അവൾ നിന്റെ അടുത്ത് കള്ളമാണ് പറഞ്ഞത്. കാരണം അവൾ ചെയ്ത കുറ്റം നിന്നെ അറിയിപ്പിക്കാണ്ടിരിക്കുകയാണ്, അവൾ നിന്നെ ചതിക്കുകയാണ്, അവൾ വേറൊരു പുരുഷന്റെ കൂടെ പോയിരിക്കുകയാണ് എന്നർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണ് നിങ്ങളോട് ഞാൻ കൂട്ടുകാരിയുടെ കൂടെയാണ് എന്ന് പറയുകയാണെങ്കിൽ അവൾ ശരിക്കും ഒരു കൂട്ടുകാരിയുടെ കൂടെ തന്നെയാണ്. പക്ഷെ ഞാനൊരു കൂട്ടുകാരിയുടെ കൂടെയാണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ, അതായത് ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെയാണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവളുടെ കൂടെ ഒരു ബോയ് ഫ്രണ്ടാണ്, അല്ലാണ്ട് ഗേൾ ഫ്രണ്ട് അല്ല. നെക്സ്റ്റ് പോയിന്റ്, യൂസിങ് ഫിസിക്കൽ അട്രാക്ഷൻ അറ്റ് ടൂൾ. അതായത് അവളുടെ എന്തെങ്കിലും ആഗ്രഹത്തിന് നിങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധം അവരെന്തായാലും വേർപ്പെടുത്തും. കാരണം അവളുടെ നിയന്ത്രണത്തിൽ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ അടിമയാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നിങ്ങളോട് വലിയ സ്നേഹമൊന്നും അവൾക്കില്ല. ഇപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും നിങ്ങൾ അകന്നു നിന്നാലും അവൾ ഓട്ടോമാറ്റിക്കലി ശാരീരിക ബന്ധത്തിന് തയ്യാറായിട്ട് നിൽക്കും. അപ്പോഴും അവൾക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തിരിച്ചു വരാനും അവൾ പറയുന്നത് കേൾക്കാനുമാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഡിഫ്ലക്ഷൻ. ഇപ്പൊ അവൾ കുറെ നേരം ഫോണിൽ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുകയാണ്, നിങ്ങൾക്കൊരു സംശയം തോന്നി, അത് ആരാണ് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവൾ എന്തായാലും നിങ്ങളെ ചതിക്കുകയാണ്, അവൾ വേറൊരു പുരുഷന്റെ കൂടെ സംസാരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഫ്യൂച്ചർ ഫേക്കിംഗ്. ഒരു സിറ്റുവേഷൻ വരികയാണ്, നീ ഇപ്പൊ എനിക്കിത് ചെയ്തു തന്നാൽ ഭാവിയിൽ എന്തായാലും നിനക്കത് ഒരു ഉപകാരം ഉണ്ടാവും. ഇപ്പൊ അവൾ നിങ്ങളുടെ അടുത്ത് കടം ചോദിച്ചു, അപ്പൊ നിങ്ങൾ എപ്പോൾ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണമൊക്കെ ആവുമ്പോഴേക്കും തരാം, പിന്നെ ഞാൻ നിന്റെ അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ പൈസ എന്തായാലും പോയി, എന്തായാലും തിരിച്ചു കിട്ടില്ല എന്നത്. ആ സമയത്ത് അവളുടെ മനസ്സിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഭാവിയിലെ പറ്റിയിട്ട് അവൾ എന്തായാലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബെയ്റ്റിംഗ് എ റിയാക്ഷൻ എന്ന് വെച്ചാൽ ശാന്തത നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ എന്തെങ്കിലും അവളുടെ അടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ദേഷ്യപ്പെടുത്തും. അപ്പോൾ അവൾ പറയും, നീ എപ്പോഴും ഇങ്ങനെയാണോ, നിനക്കെന്തോ ഒരു ശാന്തതയില്ലേ, നിനക്കെന്തോ ഒരു മനസ്സമാധാനത്തിൽ പറയാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ശാന്തമാവാൻ ശ്രമിക്കുകയുള്ളൂ. ആ കാര്യം ചോദിക്കാൻ നിങ്ങൾ എന്തായാലും വിട്ടുപോകും. അവിടെയും അവള് ഡൊമിനേറ്റ് ചെയ്യും, നിങ്ങൾ ഒരു കുറ്റാരോപിതനായി മാറുകയും ചെയ്യും. അത് നിങ്ങളെ ചതിക്കുകയാണ്, നിങ്ങളെ ശിക്ഷിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവൾ ചെയ്ത ഒരു തെറ്റ് നിങ്ങൾ ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു തന്ത്രമാണ് അവൾ അവിടെ യൂസ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ്, ഹൂവറിങ്. നിങ്ങളെ കുറ്റപ്പെടുത്തി ലാസ്റ്റ് നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പൈസയും സമയമൊക്കെ നഷ്ടമാവും. ഇങ്ങനെ നഷ്ടമാകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ട് നിറയും. അപ്പോൾ നിങ്ങൾ സ്വസ്ഥത തേടാൻ വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമായിരിക്കും. ആ മാറി നിൽക്കൽ കൂടി വരും. അപ്പോൾ വീണ്ടും അവൾ ആദ്യം മുതൽ തന്നെ ലവ് ബോംബിങ് തുടങ്ങും. അതായത് അപ്പോൾ അവൾ ക്ഷമ ചോദിക്കാൻ തുടങ്ങും, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ നിന്നെ വീണ്ടും വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയണത്, അല്ലാണ്ട് അത് തെറ്റ് ഏറ്റു പറയുകയല്ല. കാരണം ഇതെല്ലാം വീണ്ടും പഴയ പോലെ ആവുന്നുള്ളത് അവൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ വരുന്നുള്ളതും ഉറപ്പുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇമോഷണൽ ഡൈ ഡിസപ്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ കരഞ്ഞ് കാണിക്കും.
അതെന്താ വെച്ചാൽ നിങ്ങളുടെ സഹതാപം തേടാൻ വേണ്ടിയിട്ട് കരഞ്ഞു കാണിക്കുകയാണ്, അല്ലാണ്ട് സങ്കടം വന്നിട്ടൊന്നുമല്ല. സ്ത്രീകൾ കരയുമ്പോൾ ഇതിൽ പുരുഷന്മാര് അറ്റൻഷൻ കൊടുക്കും, ഒന്നും പറയാൻ നിൽക്കില്ല. ആ സിറ്റുവേഷൻ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കരഞ്ഞു കഴിയും മണ്ടന്മാരായ ആണുങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് വെറും അടവാണ്. കാരണം അവർക്ക് ഒരു കരച്ചിലും വരുന്നുണ്ടാവില്ല. നെക്സ്റ്റ് പോയിന്റ്, അണ്ടർമൈനിങ് സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ ചെയ്യണ പ്രവൃത്തിയിലും എല്ലാത്തിലും മതിപ്പ് കുറയ്ക്കുക. ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അത് ഒരു കഴിവ് കെട്ടവനാണ് എന്നുള്ള നിങ്ങൾക്കൊരു തോന്നൽ വരും. അവൾ പറയുന്നത് മൊത്തം കേട്ടുകൊണ്ടിരിക്കും. അപ്പോഴും നിങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്നുള്ളത് ഒരാണിനും മനസ്സിലാവില്ല. ഇവൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. നെക്സ്റ്റ് പോയിന്റ് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ദേഷ്യപ്പെട്ടു വിചാരിച്ചോ, നിങ്ങൾ വെച്ചാൽ അവളെ തല്ലിന്ന് വിചാരിച്ചോ, മിണ്ടാണ്ട് പോയിട്ട് കിടക്കും. നിങ്ങളായിട്ട് ഒരു ബന്ധത്തിനും വരില്ല. അങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? വീണ്ടും അവളെ വിളിച്ചും കൊണ്ടേയിരിക്കും, വെറുതെ പൊസസീവ്നെസ് കാണിച്ചും കൊണ്ടിരിക്കും. നിങ്ങൾ പൊസസീവ് ആവും, നിങ്ങൾക്ക് ടെൻഷൻ ആവും. അയ്യോ അവൾ കയ്യിൽ നിന്ന് പോവോ, അവൾ എന്നെ ഇട്ടേച്ച് പോവോ, അവൾ എന്നെ മറക്കുമോ എന്നുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് വരും. ഇത് അവളുടെ ഒരു അടവാണ്. കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അല്ലാണ്ട് അവൾ എന്തായാലും നിങ്ങളെ ചതിക്കുന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളൊരു കഴിവ് കെട്ടവനല്ല, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. കാരണം സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ പുരുഷന്മാർ തകർന്നു പോകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി.